യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹ ഓരോ വ്യക്തിയെ വലിയ മഹത്വം ഉള്ള വിലയുള്ളവരായിട്ടാണ് കർത്താവ് ഈശോ മിശിഹ കാണുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാളെപ്പോലും നിങ്ങൾ നിന്ദിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവർക്കും വിലയിടുന്നു. കർത്താവ് വിലയുള്ളവനായി കാണുന്നു. നമ്മൾ മനുഷ്യർ പരസ്പരം വ്യക്തികളെ വിലയുള്ളവരായി കാണുന്നില്ല. കർത്താവ് ഓരോ വ്യക്തിയെയും വിലയുള്ളവനായി കാണുന്നു. നമ്മളും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും നമ്മൾ കാണുമ്പോൾ ചെറിയവരായിരിക്കാം, വലിയവരായിരിക്കാം, അവരെല്ലാം നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. അവരെ ആരെയും നമ്മൾ വേദനിപ്പിക്കുന്നവരായിരിക്കലും അവരെല്ലാം നമ്മൾ സ്നേഹിക്കണം. അംഗീകരിച്ചില്ലേലും നിന്ദിച്ചില്ലേലും അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കാൻ കൃപയുള്ളവരാക്കി മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവരെയും അംഗീകരിക്കാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ വലിയ കൃപ, ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയുമായി ഒരുമിച്ച് പോകുന്ന ഒരു അഭിഷേകത്തിൻ്റെ കൃപ ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.